പാസ്റ്റർ സോളമൻ കോട്ടയത്തിനെതിരെ ഗുരുതര തെളിവുകൾ പുറത്തുവിട്ട ജനം TV ലൈംഗിക അതിക്രമത്തിനിരയായ യുവതിയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ലൈംഗിക അതിക്രമത്തിനിരയായിട്ടില്ല എന്ന് പറയാൻ ഇയാൾ യുവതിയെ നിർബന്ധിക്കുന്നു. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇയാൾ യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടത്. ആദ്യം ആ ശബ്ദ സന്ദേശത്തിലേക്ക്. പിന്നെ പിടിച്ചില്ലെന്ന് പറയുന്നില്ല, പിടിക്കുകയും ചെയ്തു അതൊക്കെ അറിയാം. എന്നോട് പറയാതെ ഞാൻ ശനിയാഴ്ച ഇനി വരാനും പറഞ്ഞു. നമുക്ക് ശാരീരികമായി ബന്ധപ്പെടണം, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പക്ഷെ പുറത്ത് പറയുന്നില്ല. വിളിച്ചതുകൊണ്ട് ഞാൻ പുറത്ത് പറഞ്ഞു. എന്റെ ഫോണിലെല്ലാം റെക്കോർഡുണ്ട്. മാത്രമല്ല എന്നെ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ഗോകുൽ, അതായത് വളരെ ഈ ശബ്ദിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ശബ്ദ സന്ദേശം. അതായത് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. പീഡനം നടന്നിട്ടില്ല എന്ന് പറയാനുള്ള നിർബന്ധിക്കൽ എല്ലാം വളരെ വ്യക്തമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് യുവതി പറഞ്ഞു വെക്കുന്നത്? രാഖി, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ രീതിയിലൊരു വാർത്ത ജനം TV പുറത്തുവിടുകയുണ്ടായത്. അതായത് ഗോസ്പൽ എൻഡ് ടൈം മിനിസ്ട്രീസ് എന്ന് പറയുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ പാസ്റ്ററായിട്ടുള്ള സോളമൻ കോട്ടയം എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമം, പ്രത്യേകിച്ച് ഇയാൾ ജനം TVയെ പല രീതിയിൽ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ വീഡിയോകൾ ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിലെ ബിനു പാസ്റ്ററിനെതിരായിട്ടുള്ള വാർത്തകൾ ജനം TV നൽകിയത് അതിൽ വിമർശിച്ചുകൊണ്ട് ജനം TVയെ പല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ള വ്യാജേനയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇടപെടൽ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കെതിരെയാണ് ഒരു വിധവയുടെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നത്. ആ സംഭവം വലിയ രീതിയിൽ ജനം TV വാർത്തയെ തുടർന്ന് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആ സംഭവം കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിലുള്ളൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആ പെൺകുട്ടി, ആ ലൈംഗിക പീഡനത്തിനിരയായിട്ടുള്ള യുവതിയുടെ ശബ്ദ സന്ദേശം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ആ ജനം TV വാർത്ത നൽകിയതിന് ശേഷം, ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇയാൾ ആ വിധവയായിട്ടുള്ള യുവതിയെ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ആ യുവതി തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇയാൾ തന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതെന്നത്. അയാളോട് തന്നെ പറയുന്ന രീതിയിലുള്ള ആ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാൾ സംസാരിക്കുമ്പോൾ ഈ ക്ഷമ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇയാൾ ഈ യുവതിയെ വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അതിനുശേഷം അതൊരു ഭീഷണിയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഈ യുവതി ഈ രീതിയിൽ തന്നെ ഉപദ്രവിച്ച മാർഗ്ഗങ്ങളൊക്കെ അയാളോട് തന്നെ പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നെ ചെയ്തിട്ടില്ലേ, അത് ഞാൻ മാറ്റി പറയാനായിട്ട് തയ്യാറാകില്ല എന്നുള്ള കാര്യമാണ് ഈ യുവതി അയാളോട് പറയുന്നത്. അയാൾ ആ യുവതിയെ ആ ശബ്ദ സന്ദേശത്തിൽ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ട് ഇല്ല എന്നുള്ള കാര്യം പുറത്ത് പറയണം, അങ്ങനെ പൊതുസമൂഹത്തോട് പറയണം എന്നുള്ള രീതിയിൽ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിർബന്ധത്തിന് വഴങ്ങാതെയാണ് ആ യുവതി ഈ രീതിയിലൊക്കെ തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തിരിച്ചു ചോദിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് എന്നുള്ള വ്യാജേനയാണ് ഇയാൾ ഈ യുവതിയുടെ വീട്ടിലെത്തുന്നത്. ഇയാളോടൊപ്പം ആ സമയത്ത് 3-4 പേര് കൂടി ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇയാൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ വിധവയായിട്ടുള്ള യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവരുടെ തന്നെ ആരോപണത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. അതിനുശേഷം തൻ്റെ ഭാര്യ ഈ രീതിയിൽ രോഗബാധിതയാണ്, അവർ ഉടൻ മരിക്കും, അതിനുശേഷം തന്നോടൊപ്പം ജീവിക്കണമെന്നൊക്കെ അയാൾ ഈ വിധവയായിട്ടുള്ള യുവതിയോട് ആവശ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള മാനസികവും അതോടൊപ്പം തന്നെ ശാരീരികവുമായിട്ടുള്ള ചൂഷണമാണ് ഈ വിധവയായിട്ടുള്ള യുവതിക്ക് ഇയാളിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. ഇയാൾ ഈ തെരുവിലൊക്കെ നിന്നുകൊണ്ട് സുവിശേഷം നടത്തുന്ന ഒരു പാസ്റ്ററാണ്. പക്ഷേ ഇയാളുടെ ചെയ്തി എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയ്ക്കെന്നുള്ള വ്യാജേന വീടുകളിലെത്തി യുവതികളെ കടന്നു പിടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ യുവതിയുടെ തന്നെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ജനം TV ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമണ ശബ്ദ സന്ദേശം അടക്കം വാർത്ത പുറത്തുവിട്ട ഒരു സാഹചര്യത്തിൽ അതിനുശേഷം ഇയാൾ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇയാളുടെ അനുകൂലികളും ഈ രീതിയിൽ ജനം TV വിമർശിച്ചുകൊണ്ട് ഇയാളെ അനുകൂലിച്ചുകൊണ്ട് വലിയ വീഡിയോകളുമൊക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ അതൊക്കെ അവരുടെ ആ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളൊക്കെ തടുക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ പീഡനത്തിനിരയായിട്ടുള്ള യുവതി തന്നെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സന്ദേശമാണ് നമ്മൾ പുറത്തുവിടുന്നത്.